ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഞങ്ങളുടെ ഒരു സൺഡേ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എ ഡേ ഇൻ അവർ ലൈഫ്. ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നേരെ നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ട് ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വെളിമ്പ്രദേശമാണുള്ളത്. അത് കഴിഞ്ഞ് നേരെ കാണുന്ന സ്കൂളാണ്. ഇതാണ് എൻ്റെ സ്കൂള്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കണി കാണുന്നത് തന്നെ സ്കൂളാണ്. പിന്നെ ഇന്നിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇവിടെ ഭയങ്കര വിലക്കുറവാണ് സാധനങ്ങൾക്ക്. ചിക്കനൊക്കെ ആണെങ്കിലും 1/2 കിലോ ആയിട്ടൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ പിന്നെ 1.5 കിലോ കോഴി, 2 കിലോ കോഴി അങ്ങനെയൊക്കെയാണല്ലോ കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, 1/2 കിലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ സവാള അരിയാൻ വേണ്ടി പോവാണ്. ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഫുള്ളായിട്ട് സവാള അരിയുന്നൊന്നും കാണിക്കാൻ പോകുന്നില്ല. ഇവിടെ പച്ചക്കറിക്കാണെങ്കിലും നല്ല വിലക്കുറവാണ്. പിന്നെ ഞങ്ങൾ പൊങ്കൽ പ്രമാണിച്ച് നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഫ്രിഡ്ജൊന്നുമില്ല, അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നേക്കുള്ള സാധനം അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് വെച്ച് ഇതാക്കത്തൊന്നുമില്ല. അതായത് ചിക്കൻ ആണെങ്കിലും വളരെ കുറച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചതിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. 600 രൂപയൊക്കെ ആയിട്ടുള്ളൂ. അരി ഉൾപ്പെടെ എല്ലാം വാങ്ങിച്ചതിന് 600 രൂപയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. വീടാണെങ്കിലും അങ്ങനെ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമല്ല. പൊതുവേ തമിഴ്നാട്ടിലെ വീടുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ വളരെ സിമ്പിൾ ലിവിങ് ആണ്. ഇപ്പോൾ എൻ്റെ ഹൗസ് ഓണർ ആണെങ്കിലും തൊട്ട് താഴെ തന്നെയുണ്ട്. അവരാണെങ്കിലും പിന്നെ അവരുടെ എല്ലാ മുറികളിലും ഒക്കെ ആയിട്ടാണ് സാധനങ്ങളൊക്കെ തിക്കി നിറയ്ക്കുന്നതൊക്കെ. അപ്പം അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ വിശാലമായ കുറേ സ്പേസൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൊച്ചിയിലെ ഫ്ലാറ്റിനെക്കാട്ടിലും ഇത് പിന്നെ സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം കൊച്ചിയിലെ ഫ്ലാറ്റ് നമുക്ക് 750 സ്ക്വയർ ഫീറ്റാണ്. അത് നമ്മളൊരു വലിയ ഹോളുള്ളത് പാർട്ടീഷൻ നടത്തിയിട്ടാണ് പിന്നെ ഡൈനിങ് റൂമൊക്കെ ആക്കിയത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഈ ഡൈനിങ് ഹോള് അങ്ങനെയൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഇവരെല്ലാവരും തറയിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂമാണ്. നമ്മൾ കട്ടില് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബെഡൊക്കെ ഇട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തൽക്കാലം അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. കാരണം നാട്ടിൽ ഒരു വീടുണ്ട്, പിന്നെ അതായിട്ട് ഇവിടെയും എല്ലാം കൂടെ വാങ്ങിച്ചിടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ലൈഫ് റീബിൽഡ് ചെയ്യുകയാണല്ലോ, അപ്പം സിമ്പിളായിട്ട് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കുറച്ച് പുസ്തകങ്ങളാണ്. എൻ്റെ റീഡിങ് സ്പേസാണിത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വർക്കൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ഗുരുവായൂരപ്പൻ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണൻ്റെ ഫോട്ടോയും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നേരെ ടെറസാണ്. ടെറസെന്ന് പറയാൻ പറ്റില്ല, ഇത് നമ്മുടെ റൂമിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരാന്ത വന്നിട്ട് ഇവിടെ പ്ലെയിനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിലും മോൾക്ക് ഓടി കളിക്കാനൊക്കെ പറ്റും. എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. രാത്രിയൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് വന്ന് ഇരിക്കാനൊക്കെ നല്ലതാണ്. അവൾക്കാണെങ്കിലും താഴെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്ന് പോയ അതേ അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. ശിവൻ്റെ അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. വേറെ അമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചു, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ തന്നെ പോകാമെന്ന് കരുതി. നല്ല അമ്പലമാണ്, തൊട്ടടുത്ത് തന്നെയാണ്. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. അവിടെ ചെന്നപ്പോൾ ഓരോ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒരു പിന്നെ പാത്രത്തിൽ പ്രസാദമൊക്കെ വാങ്ങിച്ചു. സാൻവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സാൻവി പൊതുവേ എരിവൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ആൾക്കാർ നമ്മൾ കൊച്ചിയിലൊക്കെ മാളിൽ എൻജോയ് ചെയ്യുന്ന പോലെയാണ് അമ്പലത്തിൽ വന്നിട്ടിരിക്കുന്നത്. അതായത് അവിടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് വേണമെങ്കിൽ പറയാം. കുട്ടികളൊക്കെ അവിടെ മണ്ണിലൊക്കെ കളിച്ച് ഇത് പൊങ്കലിന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ലഡ്ഡു വാങ്ങിച്ചു, അമ്പലത്തിൽ തൊഴുതു തിരിച്ചു വന്നു. ഇതാണ് നമ്മളുടെ ഒരു ദിവസം.